ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് ആദ്യം എന്തുണ്ടാക്കാം, നമുക്കൊരു സ്ക്രബ്ബർ ഉണ്ടാക്കാം. സ്ക്രബ്ബർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്കൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാം. രണ്ടും കോഫി പൗഡറിലായതുകൊണ്ട് നമുക്ക് രണ്ടും ഒരുമിച്ച് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിത് എനിക്ക് ഇട്ടിട്ട് പറ്റിയ നല്ലത് നോക്കിയിട്ടാണ് ഞാൻ ഓരോരോ ഫേസ് പാക്കും നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്കൊരു കുറച്ച് സ്ക്രബ്ബറിന് ആവശ്യമുള്ള. പിന്നെ ഈ സ്ക്രബ്ബർ ഉണ്ടാക്കുമ്പം എല്ലാവരും പറയും പഞ്ചസാര നമുക്ക് സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കാമെന്ന്. പക്ഷേ പഞ്ചസാരയുടെ തരി എന്ന് പറയുന്നത് ഭയങ്കര പവറുള്ളത് അതിന് തരി. അപ്പോൾ അത് നമ്മുടെ ഫേസ് അത്ര ഇതല്ല കട്ടിയുള്ളതല്ല. അപ്പം നമ്മൾ ഫേസിലിട്ടിട്ട് അതിങ്ങനെ ആക്കുമ്പോൾ നമ്മുടെ ഫേസിന് ഭയങ്കരമായിട്ടുള്ള ഡാമേജ് വരും. അതുകൊണ്ട് നിങ്ങൾ പഞ്ചസാരയുടെ പഞ്ചസാര എടുക്കുന്നുണ്ടെങ്കിൽ അത് പൊടിച്ചിട്ട് അതിൻ്റെ കുഞ്ഞു തരിയാക്കിയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അല്ലാണ്ട് നമ്മൾ നേരിട്ട് കടയിൽ നിന്ന് മേടിക്കുന്ന പഞ്ചസാര ഒരിക്കലും നമ്മൾ മുഖത്തിട്ടിട്ട് ആക്കാൻ പാടില്ല. അപ്പം നമ്മൾ ഈ കാപ്പിപ്പൊടി എടുക്കുന്നത് നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി അല്ല, സാധാ കോഫി ആണെങ്കിൽ ഇതിന് തന്നെ ഒരു തരി ഉണ്ടാവും. അപ്പോൾ അത് തന്നെ ധാരാളം മതിയാവും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് തേനും കൂടെ ചേർക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കത് രണ്ടും കൂടി മിക്സ് ചെയ്യാം. ഇത് രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്യുന്ന നല്ലോണം മിക്സ് ആവണം. ഒരുപാട് ലൂസാവല്ലേ, നമ്മൾ സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. കുറച്ചൊരു ഇതിൽ നിൽക്കണം. ഉണ്ടല്ലേ, ഇങ്ങനൊരു കൺസിസ്റ്റൻസി വരുന്ന സമയത്ത് നമ്മളിത് വെച്ചിട്ട് നമുക്കിതെന്ത് ചെയ്യാം, ഇതാദ്യം നമ്മുടെ മുഖം കഴുകി എന്തെങ്കിലും ഒരു ഫേസ് വാഷോ എന്തെങ്കിലും ഇട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് നമ്മുടെ മുഖത്ത് പതിങ്ങനെ ഭയങ്കര ശക്തിയിലൊന്നും ആക്കാൻ പാടില്ല. അപ്പം ഇങ്ങനെ അതും മുകളിലോട്ട് അപ്വേർഡായിട്ട് നമ്മുടെ ഫേസിലിങ്ങനെ സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് കഴുകിക്കളയാം. സ്ക്രബ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് കഴുകിക്കളയാം. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തപ്പൽ വരുന്നുണ്ട്, അതുകൊണ്ട് സോറി, അത് അങ്ങനെ വന്നു പോകുന്നുണ്ട്, ചെയ്യാനാ. അപ്പം ഇത് ഓക്കെ അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇതേപോലെ തന്നെ ഇതിൻ്റെ തന്നെ ഒരു ഫേസ് മാസ്കും കൂടെ ഉണ്ടാക്കാം. പിന്നെ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മളിപ്പം കുഞ്ഞു കാര്യമാണേ, നമ്മളിപ്പം ഒരു സാധനം നമ്മൾ ഉണ്ടാക്കി വെക്കുന്നു. ആ ഉണ്ടാക്കിയ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ എന്ന് പറഞ്ഞിട്ടൊരു സാധനം നമ്മൾ വീട്ടിൽ വെച്ചിട്ടുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്നത് എൻ്റെ കയ്യിലോ എൻ്റെ മുഖത്തോ തേച്ച് കഴിഞ്ഞ് നിങ്ങളെ കാണിച്ചതുകൊണ്ട് അതുകൊണ്ടൊരു കാര്യമില്ല എന്നാണ്, വേറെ ആരും എന്നെ ചീത്തയൊന്നും പറയില്ല, അങ്ങനെ ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മളിപ്പം എന്തെങ്കിലും ഒരു പാക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ പാക്ക് ഇട്ട് നമ്മൾ മുഖം കഴുകുമ്പം ആരുടെ മുഖത്തായാലും ഒരു നിറവ്യത്യാസം അല്ലെങ്കിൽ ഒരു ഗ്ലോ പോലെ നമുക്ക് തോന്നും. പക്ഷേ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അതിൽ കൂടുതൽ ആ സംഭവം മുഖത്ത് നിൽക്കില്ല. അത് നമ്മുടെ സാധാരണ മുഖം സാധാരണ കളറിലോട്ടൊക്കെ നമ്മുടെ മുഖത്തിൻ്റെ ടെക്സ്ചർ മാറി വരും. അതിപ്പോൾ നിങ്ങളിപ്പോൾ അതിന് വേണ്ടി ഒരു പാക്ക് ഉണ്ടാക്കിയിടണമെന്നൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തൊരു വെള്ളത്തിൽ കലക്കിയിട്ട് മുഖത്ത് തേച്ച് നോക്ക്. തേച്ച് ഒരു 10-20 മിനിറ്റ് നമ്മൾ വെച്ചതിന് ശേഷം കഴുകി കളയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മുഖത്തൊരു തെളിച്ചം പോലെ ഉണ്ടാവും, ഒരു ലൈറ്റ്, ഒരു ബ്രൈറ്റൺ വന്ന പോലെ ഉണ്ടാവും. പക്ഷേ അത് അധികം നേരം നീണ്ടു നിൽക്കില്ല.
അത് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അത് പോവും. അത് പോയി നമ്മുടെ മുഖത്തിൻ്റെ സാധാരണ ടെക്സ്ചറായിട്ട് നമ്മുടെ മുഖം തിരിച്ച് വരും. അപ്പം നമ്മളിതിപ്പം മുഖത്ത് ചെയ്ത് കാണിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഇതായി ഇപ്പം ഞാൻ കാണിച്ചെന്നും പറഞ്ഞ് നിർത്തിയത് കൊണ്ടൊന്നും നമുക്ക് പെട്ടെന്നൊരു ഗ്ലോ കിട്ടില്ല. അപ്പോൾ അത് നിങ്ങളൊരു 3 മാസം അല്ലെങ്കിൽ ഒരു 4 മാസം തുടർച്ചയായിട്ട് എല്ലാ ദിവസവും, ഇപ്പം നമുക്ക് എല്ലാ ദിവസവും ഒരു ഫേസ് പാക്കിന് ഇടുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും. അപ്പം നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്ത് ഒരു ഫേസ് പാക്കുകൾ ഇങ്ങനെ മുഖത്ത് ഇട്ടുകൊണ്ടിരുന്നാൽ ഉറപ്പായിട്ട് മാറും. പക്ഷെ അത് നല്ല ക്ഷമയോടെ തുടർച്ചയായിട്ട് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം, എന്നാലേ ആവുള്ളൂ. അല്ലാണ്ട് പെട്ടെന്ന് ഞാൻ എൻ്റെ മുഖത്തിട്ടിതാ മാറ്റം വന്നു എന്നും പറഞ്ഞ് കാണിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് അപ്പം ഇതാണ് എൻ്റെ ഒരു തോട്ട്. ഓക്കെ, ചിലവർക്ക് ഇഷ്ടപ്പെടാം, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ്, എനിക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പം ഒരുപാട് പണ്ട് ഞാൻ എൻ്റെ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റൻറ്റ് ഗ്ലോ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ട് ഞാനിട്ട് നോക്കുമ്പോൾ ശരിയാണ്, ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആയിട്ടുണ്ട്. പക്ഷേ അത് കുറച്ച് നേരം കഴിഞ്ഞാൽ ഞാൻ തന്നെ കണ്ണാടിപ്പോൾ എൻ്റെ മുഖം നോക്കുമ്പോൾ ഞാൻ വിചാരിക്കും, അയ്യോ ഇത് പഴയതുപോലെ ആയല്ലോ എന്ന്. അങ്ങനെ ആവുള്ളൂ, ആർക്കായാലും അങ്ങനെ ആവുള്ളൂ. ആരെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇതിനല്ലാണ്ട് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലിട്ടെ ഇൻസ്റ്റൻറ്റ് ഗ്ലോ എന്ന് പറഞ്ഞത് മറ്റേ നമ്മളെ എന്താ പറയുക, ഈ ഇതില്ലേ, ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ ഉള്ളത്, അത് നമുക്ക് ഇടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ സത്യമായിട്ട് അത് ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആണെന്ന് പറഞ്ഞത്. നമുക്ക് ഇടുമ്പം തന്നെ നമ്മുടെ മുഖത്ത് ഒരു പൊരിഞ്ച് എന്താ പറയുന്നത്, ഒരു വെള്ളപ്പാട് പോലെ വരുന്നത്, അതൊക്കെ നമ്മുടെ മുഖത്ത് നല്ലോണം മാറിക്കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആണെന്ന് ഞാൻ പറഞ്ഞത്. വേറെ ഒന്നും ഞാൻ അങ്ങനെ ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആയിട്ട് പറഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ, അറിയില്ല. പക്ഷേ ഇതാണ് സത്യം, ഞാൻ പറഞ്ഞാലും ഇതാണ് സത്യം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഇത് എന്നിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്കിതിലേക്ക് എന്തിടാം, കുറച്ച് മുൾട്ടാനിമിറ്റി. ഇത് നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആക്കാനും കോഫി നമ്മളെ ഫേസ് നല്ല എക്സ്ഫോളിയേറ്റ് ആക്കാനൊക്കെ ഭയങ്കര ഇത് ഈ കോഫി എടുത്ത് സ്പൂൺ ആയതുകൊണ്ടാണ് ഇതിനകത്ത് ഇങ്ങനെ. അപ്പം ഇതില്ലേ, ഇതിനകത്ത് എന്ത് വയ്ക്കാം, കുറച്ച് ഹണി, തേൻ ഒഴിക്കാം. ഈ തേൻ ചിലപ്പം ഓയിലി സ്കിൻകാർക്കൊക്കെ തേൻ ഭയങ്കര പ്രശ്നമായിട്ടുണ്ടാവും അവർക്ക്. അപ്പോൾ അവരെന്ത് ചെയ്യാം, ഈ തേനിന് പകരം കുറച്ച് ഇത് ലെമണില്ലേ, അതിൻ്റെ ലെമണിൻ്റെ ജ്യൂസ് ഒഴിക്കാം. ഈ തേൻ ചിലവർക്ക് ഫേസിന് അത്ര പിടിക്കില്ല, പക്ഷെ തേൻ പിടിക്കുന്നവർക്ക് തേൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് നല്ലത്. കുറച്ച് തേനും കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഒഴിക്കുവാണെങ്കിലും കുഴപ്പമില്ല. തേൻ പറ്റുന്നവർക്ക് തേൻ തന്നെയാണ് നല്ലത്. അപ്പം നമുക്ക് ഇതുണ്ടല്ലേ, ഇത് മൂന്നും കൂടെ ഭയങ്കര നല്ല ഫേസ് പാക്കാട്ടോ. ഇത് മതിയെന്ന് തോന്നുന്നു, കൺസിസ്റ്റൻസി ആയില്ലേ കണ്ടിട്ടെന്ത് തോന്നുന്നു, ആയില്ലേ തോന്നുന്നു. ഓക്കെ, ഞാനിങ്ങനെ പലതും പറയുന്നത് ഞാൻ എഡിറ്റ് ചെയ്യാണ്ടാണ് കേട്ടോ ഇടുന്നത്. അത് ആർക്കെങ്കിലും വൃത്തികേടായി തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. അപ്പം ഓക്കെ ഗൈസ്, നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയി. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഇത് ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഇട്ട് കാണിച്ചതുകൊണ്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പുരട്ടി കാണിച്ചതുകൊണ്ട് നിങ്ങൾക്ക് കാര്യമൊന്നുമില്ല. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരുന്നിട്ട് 10-20 മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാം. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ യൂസ്ഫുള്ളാണെങ്കിൽ, ഇത് യൂസ്ഫുള്ളായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക, ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ താങ്ക് യു.